ചിത്രം വളരെ നന്നായിരുന്നു. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. നമിത എന്ന് പറഞ്ഞ കുട്ടിയുടെ നല്ല അഭിനയമായിരുന്നു. അതുപോലെ നായകൻ പേര് മറന്നുപോയി, അദ്ദേഹത്തിൻ്റെയും ആ ടീമിൻ്റെയും നല്ല അഭിനയമായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും നല്ലൊരു ഫിലിമാവുന്നു. ഷൈനി കഥ ശരിക്കും പറഞ്ഞാൽ ഒരു പൊതുസമൂഹത്തിൽ ഉൾക്കൊള്ളേണ്ട കുറേ നല്ല ഐഡിയാസ് അതിലുണ്ട്. പുതിയ തലമുറ ഒന്നും നോക്കാതെ ചാടി പുറപ്പെടുന്ന കുറേ കാര്യങ്ങൾ എങ്ങനെ ജീവിതത്തിൽ വരുന്ന ഒരു എഴുത്തിരിവുകളാണല്ലോ. അത് ഭയങ്കര ഗട്ട്സ് ഉള്ളതാണ്. അപ്പോൾ ഈ പാരൻസ് ഇത്ര വളരെ നന്നായി നോക്കുന്ന ഈ കുട്ടികളാണ് അവസാനം തെരുവിൽ ഇങ്ങനെയൊക്കെ അകപ്പെടുന്നത്. അപ്പോൾ അതൊരു നല്ല തീമാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സസ്പെൻസ് ലാസ്റ്റാണ് അറിയുള്ളൂ. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ നല്ല രംഗത്തേക്ക് വന്ന് അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ. അപ്പോൾ അതങ്ങനെ വാതിലുകളൊക്കെ തുറക്കട്ടെ, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും. നമിതയുടെ അഭിനയം വളരെ നന്നായിരുന്നു. ഇനിയും അവൾ ഉയരട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതിൻ്റെ തീം വളരെ നന്നായിരുന്നു. ആ തീമിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ലൈഫ് ഇത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു ഇതിലേക്ക് എത്തി. അപ്പോൾ വളരെ സന്തോഷമുണ്ട് സിനിമ കണ്ടതിൽ. 100% നന്നായിട്ടുണ്ട്. എല്ലാം കൊണ്ടും നന്നായിട്ടുണ്ട്. എല്ലാവരും അനുഗ്രഹവും അതിനുണ്ടാവും. മനസ്സിലായി. നന്നായിരുന്നു. വളരെ നന്നായിട്ട് ഷോർട്ടാണെങ്കിലും നന്നായിട്ട് പോയി. എല്ലാത്തിനും പറ്റിയ രസമായിട്ട് പോയി. സംഗതി എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് വളരെ നല്ല മൂവിയായിരുന്നു. എൻഗേജിങ് ആയിരുന്നു. ആക്ച്വലി ലാഗിങ് ഇല്ല. എല്ലാം പുതുമുഖങ്ങളാണെങ്കിലും നമുക്ക് ആക്ച്വലി ഒരു 2 hours കണ്ടിരിക്കാനുള്ള എല്ലാ സ്റ്റഫും പടത്തിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നല്ല സിനിമയായിരുന്നു. നല്ല കഥയും നല്ല എൻഗേജിങ് ആയിരുന്നു. നല്ല ആക്ടിങ്ങും ആയിരുന്നു. പെർഫോമൻസ് വൈസ് എല്ലാവരും ബെറ്റർ പെർഫോമൻസ്. കുഴപ്പമില്ല, കാണാൻ രസമൊക്കെ ഉണ്ട്. കഥയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. എല്ലാവരും പെർഫോമൻസ് ഒക്കെ നല്ലതായിരുന്നു. അപ്പോൾ സിനിമ ആണെന്നല്ലൊന്ന് നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറയാമോ? ക്യാമറ നോക്കിയിട്ട്. നല്ല സിനിമയാണ്, എല്ലാവരും ഇത് കാണണം. അത്രയും വയലൻസ് ഇല്ലാത്തൊരു സിനിമ. കുഴപ്പമില്ല. സ്റ്റോറി നല്ലതാണ്, നല്ല കണ്ടന്റ് ഉണ്ട്. അതുപോലെ തന്നെ നന്നായിട്ട് എല്ലാം പുതുമുഖങ്ങളാണെന്നുണ്ടെങ്കിലും നമുക്കതിനകത്ത് സ്റ്റോറിയുടെ നല്ലൊരു എലമെൻറ്റും, അതായത് ഫുള്ളി എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് സ്റ്റോറി മൊത്തം. അപ്പോൾ അത് ഒരു എൻ്റർടൈനാണ്. അതായത് ബോറടിക്കാത്ത രീതിയിൽ കാണാം. ഒരൊറ്റ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പുതിയ ആൾക്കാരായതുകൊണ്ടുള്ള ഒരു ചെറിയൊരു ഇത് വരുന്നുണ്ടെങ്കിലും സ്റ്റോറി വൈസും എഡിറ്റ് വൈസും കാര്യങ്ങളെല്ലാം ഒരു പ്രൊഫഷണൽ ടച്ച് തന്നെ ഉള്ള രീതിയിൽ തന്നെയാണ് എടുത്തേക്കണേ. അതേ ഫാമിലിക്ക് വരാം. കാരണം കറണ്ടായിട്ടുള്ളൊരു സിറ്റുവേഷനിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു രീതിയിലാണ്. അതായത് എക്സാജറേറ്റഡ് ആയിട്ട് വേറെ ഒന്നുമില്ല. എല്ലാം സ്റ്റോറി നടക്കാവുന്ന കാര്യങ്ങളാണ്. എല്ലാവർക്കും എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി.